ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മിനിയേച്ചർ കുക്കിംഗ് സെറ്റിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉഴുന്നും അതുപോലെ തന്നെ പട്ടാണിക്കടലയും പച്ചരിയും ഞാൻ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ്. അപ്പോൾ വളരെ കുഞ്ഞു പാത്രത്തിലാണ് കേട്ടോ ഇത് രണ്ടും അളന്നിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് വെക്കുകയാണ്, നന്നായിട്ട് കുതിരാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ മൂടി വെക്കാം. വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ഒരു 4-5 മണിക്കൂർ നമുക്കത് മൂടി വെക്കാവുന്നതാണ്. മൂടി വെച്ചപ്പോൾ നല്ലോണം വൃത്തിയായി കഴുകി ഇനി നമുക്കത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. രണ്ടിൻ്റെയും മാവ് നല്ലോണം അരച്ച് നമ്മൾ എടുക്കണം. ഒരു തരി പോലും ഉണ്ടാവാത്ത രീതിയിലായിരിക്കണം പട്ടാണിക്കടലയും അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്നും നന്നായിട്ട് അരയണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് നല്ലൊരു പെർഫെക്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ അരയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ കുഞ്ഞു മിക്സിയിലിട്ടിട്ടാണ് നമ്മൾ അരക്കുന്നത്. അപ്പോൾ ഓക്കെ, നമ്മളിത് അരച്ച് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മുടെ പച്ചരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതും അതുപോലെ തന്നെ നമ്മൾ അരച്ചെടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് നമ്മുടെ ഈ കുഞ്ഞു മിക്സിയിൽ വെച്ചിട്ട് അങ്ങ് നന്നായിട്ട് കുറുക്കി അരച്ചെടുക്കുക കേട്ടോ. ഒരു തരി പോലും ഉണ്ടാവരുത്, നല്ല നൈസായിട്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു അരപ്പ് നമ്മുടെ കുഞ്ഞു പാത്രത്തിലേക്ക് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കുഞ്ഞു സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്തു. ഇനി നമ്മളിത് മൂടി വെക്കുകയാണ്. അപ്പം രാത്രി ഫുള്ള് മൂടി വെച്ചു. ഇപ്പോൾ രാവിലെയാണ് ഇപ്പോൾ ഇത് കണ്ടോ പൊന്തി വന്നിട്ടുള്ളത്, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ കുഞ്ഞു അപ്പം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പാന് നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ കുഞ്ഞു സ്പൂണിൽ നമ്മൾ കോരിയെടുത്ത് ഓക്കെ ഇത് വെന്ത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒരു ഗുളികയുടെ അത്രയ്ക്കേ വലുപ്പമായിട്ടുള്ളൂ കേട്ടോ ഈ ഒരു കുഞ്ഞു അപ്പമാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു പാത്രത്തിലേക്ക് തന്നെ നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ പാത്രത്തിൽ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കട്ടൻ ചായയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കട്ടൻ ചായ 3 ഗ്ലാസ്സിൽക്കും നമ്മൾ ഒരേപോലെ സെർവ് ചെയ്തു. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്.